ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടാൻ കാരണം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ ഒരു കമന്റും ഒരു ലിങ്കും വന്നു. ആ ലിങ്കിനകത്ത് ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് കയറിയപ്പോൾ അത് കൊച്ചിക്കാരൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നുള്ള ലിങ്കാണ്. അതെ, നമ്മുടെ ചാനൽ തന്നെ, മിസ്റ്റർ കൊച്ചിക്കാരൻ. അപ്പോൾ നമസ്കാരം, വണക്കം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ രേണു സുധിയുടെ സുഹൃത്തായിട്ടുള്ള സജീന ചേച്ചിക്ക് ഞാനൊരു വീഡിയോ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ ചോദ്യങ്ങളാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് സജീന ചേച്ചിയുടെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ അത്ര റീച്ചുള്ള ചാനലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സജീനയുടെ അടുത്തെത്താനായിട്ട് കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചോദ്യങ്ങൾ വീഡിയോ ആക്കിയിട്ട് സജീനയുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയത്. എന്തായാലും സജീന ചേച്ചി ആ ഒരു വീഡിയോ കണ്ടു, വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്ക് റിപ്ലൈ തന്നിരിക്കുന്നു. നന്ദിയുണ്ട്. അപ്പോൾ സജീന ചേച്ചി എനിക്ക് തന്ന റിപ്ലൈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പരാമർശിക്കുകയുണ്ടായി. എന്തായാലും നമുക്കതൊന്ന് കീറി മുറിച്ചൊന്ന് പരിശോധിക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതിനകത്ത് പരാമർശിക്കുന്നത്, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്ത് എന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ ആ ചേട്ടൻ അത്ര ബുദ്ധി കുറവാണോ എന്ന് എൻ്റെ ഒരു ഡൗട്ട്. അത് ചേച്ചി, എനിക്ക് കുറച്ച് ബുദ്ധിയൊക്കെ കുറവാണ്. ചേച്ചിയുടെ അത്രയും ബുദ്ധി ഇല്ല, സമ്മതിച്ച്. ദൈവം എല്ലാവർക്കും എല്ലാതും വാരിക്കോരി കൊടുക്കണം എന്നില്ലല്ലോ, മനസ്സിലായില്ലേ? കുറച്ച് ബുദ്ധി കുറവാണ്. എന്തായാലും എൻ്റെ ബുദ്ധിക്കുറവുള്ള ചോദ്യങ്ങൾക്ക് ചേച്ചി മറുപടി തരാനെടുത്ത സമയം ഏകദേശം 13 മിനിറ്റോളം ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ബുദ്ധി ഉള്ളവർ ചോദിച്ചിരുന്നെങ്കിൽ ചേച്ചി പെട്ടുപോയാനല്ല. എന്തായാലും ബാക്കി കൂടി കേൾക്കാം. ആ ചേട്ടന്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ആ വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നു. അത് പോരാ, ഞാൻ തന്നെ ഇതിനുള്ള ഉത്തരം കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചേട്ടൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. ചേച്ചിയുടെ ആദ്യത്തെ വീഡിയോയും ഇപ്പോൾ എനിക്ക് റിപ്ലൈ തന്നിട്ടുള്ള വീഡിയോയും ചേച്ചി രണ്ടൊന്നും എടുത്ത് താരതമ്യം ചെയ്ത് നോക്ക്. അപ്പൊ ചേച്ചിക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാവും. എന്തായാലും ആ ചേട്ടന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ആ ചേട്ടന് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഞാൻ 1-ാം തീയതി എന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ പ്രിയ സുഹൃത്ത് രേണു സുധി ബിഗ് ബോസ് പോയിട്ടുണ്ട്, അവളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും വോട്ടുകൾ കൊടുത്ത് അവളെ വിജയിപ്പിക്കുകയും ചെയ്യണേ എന്നും പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 2-3 മണിക്കൂറിനകം വെച്ച് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നോട്ട് ദി പോയിന്റ് യുവർ ഓണർ. അതായത് 1-ാം തീയതി, ഓഗസ്റ്റ് 1-ാം തീയതി ചേച്ചി രേണു സുധി ബിഗ് ബോസിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ചേച്ചി ചെയ്യുകയുണ്ടായി. അതൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേച്ചി മുക്കി. ഈ ഒരു സമയവും ഈ ഒരു ഡേറ്റൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഏകദേശം 11 മണിയോട് കൂടിയാണ് ചേച്ചി ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി കൂടി കേൾക്കാം. അത് ആ ഡിലീറ്റ് ചെയ്ത നിമിഷം മുതൽ ആ ഒരു പോസ്റ്റർ എടുത്തിട്ട് ഒരുപാട് ബ്ലോഗർമാർ എനിക്കെതിരെ വീഡിയോ ഇട്ട്. എനിക്കെതിരെ എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടുകാരിയായിട്ട് കൂടെ നിന്നിട്ട് പുറകിൽ നിന്ന് കുത്തി രേണു സുധിയുടെ ബിഗ് ബോസിലേക്കുള്ള എൻട്രി ഞാൻ തടഞ്ഞു, ഞാൻ ഇട്ടിന്റെ പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വളരെ രേണു സുധിക്ക് മോശമായ രീതിയിൽ ഞാൻ ചെയ്തെന്നുള്ള രീതിയിലാണ് ആ ബ്ലോഗർമാരെല്ലാവരും കൂടെ ആ ബ്ലോഗ് ഇട്ടത്. അപ്പോൾ ആ തമ്പനയിലൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്ക്. ഇത് ഞാനായിട്ട് എടുത്തിട്ട് വന്ന തമ്പനയിലല്ല, ഈ പറയുന്ന സജീന ചേച്ചിയുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള തമ്പനയിലുകളാണ്. അതൊക്കെ ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്ക്. മാത്രമല്ല രേണു സുധി അന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അതും കൂടി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അതും കൂടി ഒന്ന് കണ്ടു നോക്ക്. ചേച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടി വന്നത്, ഇത് ചേച്ചിയുടെ വീടാണ്. അപ്പൊ എന്റെ വ്ളോഗുമായിട്ട് ഞാൻ വന്നത് കുറച്ച് ദിവസം നിൽക്കാൻ വന്നത് കേട്ടോ, വൈകി. അപ്പം ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ട് വിളിച്ചാൽ എന്തായാലും ഞാൻ കയറി പോകും തന്നെ ഞാൻ പറയുന്നു അല്ലെ. അവളൊന്ന് ഗെയിം കളിക്കുന്നത് വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും. കാരണം സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേരം സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടല്ലോ. ഇനി ബാക്കിയും കൂടി ഒന്ന് കേട്ടു നോക്കാം. സത്യസന്ധമായിട്ട് നടന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറയും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. കാരണം ഇത് സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്, ഒന്നും ഇമാജിൻ ചെയ്ത് പറഞ്ഞുണ്ടാക്കുന്നതല്ല. ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ ഞങ്ങൾ 16 ഷോർട്ട് ഫിലിമും 2 വെബ് സീരീസ്, 3-4 ആൽബം സോങ്ങും ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യം പറയുന്നത്. അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് രേണു ഞാനായിട്ടുള്ള. അതിനുശേഷം ഈ കൊച്ചിന് വന്നിട്ടുള്ള നെഗറ്റീവ് കമന്റുകളും അതിന് കഷ്ടം. ഒരു പെണ്ണാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ മോന്ത പല്ലിയുടെ കണക്കിരിക്കുന്നു, ഓന്തിന്റെ കണക്കിരിക്കുന്നു, ഡാക്കിനി അമ്മൂമ്മ, കഷ്ടം. സത്യം പറഞ്ഞാൽ ഒരുപാട് ആക്ഷേപങ്ങൾ സഹിച്ച് അതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. അതിപ്പോ ദൈവം എല്ലാരെയും ഒരേപോലെ സൃഷ്ടിച്ച പിന്നെ ഈ രോഗം ഇല്ലല്ലോ. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം തിരിക്കണേ ചേച്ചി എനിക്കായിട്ട് റിപ്ലൈ തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കലും രേണു സുധീനെ ബോഡി ഷേമിങ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടില്ല. രേണു സുധിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇന്നേ വരെ രേണു സുധിയെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല. ചേച്ചി തുടക്കം പറയണ്ടായി ഇത് കൊച്ചിക്കാരന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന്. അതുകൊണ്ട് ഈ ഒരു കാര്യം ചേച്ചി വീഡിയോയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അല്ലാത്ത പക്ഷം ചേച്ചി ഇനി റിപ്ലൈ തരുവാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം എടുത്ത് പറയുക, കൊച്ചിക്കാരൻ ഇന്നേ വരെ രേണു സുധിയെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ചേച്ചി ആദ്യം പറഞ്ഞ കാര്യം തമ്മിലും വെച്ച് നോക്കുമ്പോൾ ഞാൻ രേണു സുധിയെ ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കും. ഞാൻ ഇന്നേ വരെ രേണു സുധിയെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എടുത്ത് പരിശോധിക്കാം.
ബാക്കി കൂടി കേട്ട് നോക്കാം. തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി. ഷോർട്ട് ഫിലിം ആയാലും വെബ് സീരീസ് ആയാലും ആൽബം ആയാലും ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു ലൊക്കേഷനോട്ട് മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഡേറ്റ് ഇല്ല, കുറേ മാസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഡേറ്റ് ഒക്കാത്തത് കൊണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റെഡിയായി കിട്ടാത്തത് കൊണ്ടും അവളുമായിട്ട് ഉള്ളൊരു വർക്ക് ഞങ്ങൾക്ക് നീണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആൽബം സോങ്ങും ഒരു സ്ക്രിപ്റ്റും ഓക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവരുടെ ഡേറ്റ് വെച്ചപ്പോഴത്തേക്ക് ഇവർക്ക് പ്രോഗ്രാം അന്നും ഇവർ വർക്ക് നടന്നുകൊണ്ടിരിക്കും, ഇവർ ഷൂട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു രേണു എന്ത് പറഞ്ഞാലും ശരി ഇതിന് നമ്മളോട് വന്ന് സഹകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ചേച്ചി, ഞാനൊരു 25-ാം തീയതി 26-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ, അതായത് ജൂലൈ 26, 27 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരുവിധം ഫ്രീ ആകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രിയുടെ ഒരു ചെറിയൊരു ലാഞ്ചന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അത് പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഈ നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ ഒരുപാട് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസിന്റെ കാര്യം പിന്നെ അവിടെ ഒരു താന്ന് അതുകൊണ്ടോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലായിപ്പോയി. സത്യമാണ് പറയുന്നത്, അല്ലാതെ അവർ അന്നേരം വിളിച്ച് അന്നേരം തൊട്ടേ അവർ റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നേരിട്ട് എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പൊ എൻ്റെ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഞാനൊരു ഉത്തരം തരികയാണ്. 29-ാം തീയതി വരെ രേണു ഒരു ഷൂട്ടുണ്ട്. 29-ാം തീയതി ഷൂട്ട് കഴിഞ്ഞിട്ട് രേണു 30-ാം തീയതി വൈകിട്ടോ അല്ലെങ്കിൽ 30-ാം തീയതി ഇവിടെ എത്താന്ന് പറഞ്ഞു. കാരണം നമ്മുടെ വീട്ടിൽ അവൾ ലാസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ ആൽബത്തിന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് വർക്കലയിലാണ് എന്ന് അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ അടുത്തേക്കാണ് അവൾ വരുന്നത്, ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം 30-ാം തീയതി ഇവിടെ എത്തുമെന്ന് പറഞ്ഞ വ്യക്തി 29-ാം തീയതി രാത്രി എന്റെ ഒരു വോയിസ് മെസ്സേജ് കിടപ്പുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നില്ല, അതിന്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ട. വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇന്ന കണക്ക് പെട്ടെന്ന് ബിഗ് ബോസ് നിന്ന് വിളി വന്നു ചേച്ചി, ഞങ്ങൾ വിചാരിച്ചിരുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരിക്കും എൻട്രി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതുവരെ ഇരുന്നത്. നോട്ട് ദി പോയിന്റ്, വ്യക്തമായിട്ട് കേൾക്കണം. നോട്ട് ദി പോയിന്റ് യുവർ ഓണർ. അപ്പോൾ ജൂലൈ 26-ാം തീയതി ബിഗ് ബോസിൽ നിന്നും രേണുവിന് വിളി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ജൂലൈ 29-ാം തീയതി കാലങ്ങളങ്ങ് കടന്നുപോയില്ലേ. ഈ 3 ദിവസം അപ്പുറത്തെ കാര്യമാണ് ഈ പറയണത്. രേണുസുധിയോട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ, എന്ത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടെങ്കിലും കയറാൻ പറ്റും, അതുകൊണ്ട് 8-ാം തീയതി വരെയുള്ള വർക്കുകൾ എടുത്തോളാൻ രേണുസുധിയോട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഈ ഡേറ്റൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്ക്, ബാക്കി കൂടി കേൾക്കാം. അപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് കാണാൻ സാധ്യതയില്ല. 8-ാം തീയതി വരെയുള്ള വർക്ക് രേണുസുധി എടുത്തോ എന്ന് ബിഗ് ബോസിൽ നിന്ന് അനുവാദം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് രാത്രിയാണ് പെട്ടെന്ന് 29-ാം തീയതിയാണ് അവർക്ക് കോൾ ചെല്ലുന്നത്. 30-ാം തീയതി കയറണമെന്നല്ല, 31-ാം തീയതി. അങ്ങനെയുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ വർക്കിൽ എങ്ങനെ വരാൻ പറ്റില്ല. അപ്പം ഞാൻ അവളെ വോയിച്ചിട്ട് ചേച്ചി നമുക്ക് അതല്ല ചേച്ചി പ്രധാനം, ഞാൻ അതിന് പോകാം. നമ്പർ ശരി ഇടുന്ന പോയി 31-ാം തീയതി ഇവർക്ക് കയറണം, പിന്നെ മെഡിക്കൽ ഉണ്ട്, ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ചേച്ചി തൽക്കാലത്തേക്ക് ഈ ഒരു പ്രാവശ്യം എന്നെ ഒഴിവാക്കാന്ന് പറഞ്ഞു. ഞാൻ അതിൽ ഒഴിവാക്കി. ഭാഗ്യം, സജിന ചേച്ചി ഒഴിവാക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ രേണുസുധി ബിഗ് ബോസിൽ പോവില്ലായിരുന്നു. 31-ാം തീയതി ഒരു 12:30 രാത്രി 12:30 മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വിളിച്ചു. 10:30-ക്കായിരുന്നു പോകുന്നത്. അപ്പം 12:30 കഴിഞ്ഞ് വിളിച്ചു. ടൈം ഇച്ചിരി അങ്ങോട്ടോ പോകും. അതിനകത്ത് കയറി പിടിച്ച് തൂങ്ങണ്ട, നമ്മളിപ്പോൾ എല്ലാം മെമ്മറി വെച്ചോണ്ടിരിക്കുന്നില്ല. സപ്പോസ് പറയുന്നത് 12:30 ആവും രാത്രി. വിളിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ചെന്നൈ വന്ന് എത്തിയതേ ഉള്ളൂ, വന്നാണ് ചേച്ചി ഞാൻ വിളിക്കാൻ വിചാരിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നൈ ചെന്നെത്തി എന്ന് പറഞ്ഞ് ബിഗ് ബോസിൽ കയറി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, രേണുസുധിയുടെ പ്രൊഫൈൽ ഷൂട്ട് എന്ന് നടന്നിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞിരുന്നു 30-ഓ 31-ഓ ഈ 2 ദിവസത്തിനുള്ളിൽ പ്രൊഫൈൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് രേണുസുധി 31-ാം തീയതി അവിടെ നിന്ന് പോയിട്ടുണ്ടെന്നുള്ള കാര്യം. അതിപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. സജീന പറയണ്ടായി 31-ാം തീയതി രാത്രി 1 മണിയോടുകൂടി, അതായത് 1-ാം തീയതി വെളുപ്പിന് രേണുസുധി ഈ പറയുന്ന ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അതായത് പ്രൊഫൈൽ ഷൂട്ടും കരച്ചിൽ നാടകവും അതേപോലെ തന്നെ വീടിൻ്റെ മുറ്റത്തു നിന്നുള്ള കലാപരിപാടി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രേണുസുധി 31-ാം തീയതി രാത്രി ഈ പറയുന്ന ചെന്നൈയിലെത്തി. ഇനി നമുക്ക് ബാക്കി വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. അതിന്റെ പിറ്റേ ദിവസമാണ് 1-ാം തീയതി ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയാം, സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ തട്ടിയാണ് ഞാൻ പറയുന്നത്. PR വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരാൾക്ക് ഒരു വോട്ട് ചോദിക്കുന്നതാണ് PR വർക്ക്. അതിന് അങ്ങനെയാണ് പറയുന്നത്, ഞാനത് PR വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്റെ പുറകിൽ 1000 ആൾക്കാരൊന്നുമില്ല, ഒരുമിച്ച് കയറി സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുന്ന എന്നെ ഇഷ്ടമുള്ളവർ, ഞാൻ അവരുടെ പറയുന്നു, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു പറയുന്നു, അവർ ചെയ്യുന്നു. അതല്ലാതെ ഇതിനകത്ത് വേറെ ഒരു പണിയും ഇല്ല. ഈ പോസ്റ്റ് ഇട്ട് കുറെ കഴിഞ്ഞപ്പോൾ കാണാം, രേണു തന്നെ എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, വോയിസ് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ചേച്ചി തൽക്കാലത്തേക്ക് ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം, 3-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ചേച്ചി അപ്ലോഡ് ചെയ്താൽ മതി, കാരണം ടിക്കറ്റ് കൈ കിട്ടിന്റെ വാതിൽ വന്നാലും ചിലപ്പോൾ റിജക്റ്റ് ആവാം എന്ന് പറഞ്ഞു. സത്യമായിട്ട് പറഞ്ഞ, സത്യസന്ധമായിട്ട് പറഞ്ഞ, ഇങ്ങനെ ഒരു നിയമം, അതായത് ബിഗ് ബോസിൽ കയറുന്നു എന്നുള്ള പ്രഡിക്ഷൻ അല്ലാതെ ഒരാൾ കയറുന്നു എന്നൊരു ഉറപ്പ് പറയാൻ പാടില്ല എന്നുള്ളൊരു നിയമം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സജീന ഇട്ട പോസ്റ്റ്, ഈ പോസ്റ്റിൽ ഉണ്ടാവാൻ പോകുന്ന റിയാക്ഷൻസ്, ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് ഇടുമല്ലോ വീഡിയോസൊക്കെ, അത് എങ്ങനെ രേണുസുധി അറിഞ്ഞു? ഇതിലിപ്പോൾ സജീന പറയുന്നുണ്ട്, ഞാൻ നിരപരാധിയാണ്, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നുള്ളത്. അവർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടാവില്ല. അപ്പോൾ രേണുസുധി 31-ാം തീയതി രാത്രി ചെന്നൈയിലെത്തി. അപ്പോൾ രേണുസുധി ചെന്നൈയിലെത്തി എന്നുള്ള കാര്യത്തിന് സജീന ചേച്ചിക്ക് ഒരു ഡൗട്ടും ഇല്ല അല്ലേ? 31-ാം തീയതി രാത്രി രേണുസുധി ചെന്നൈയിലെത്തിയിട്ടുണ്ട്.
പിറ്റേ ദിവസം രാവിലെ 11 മണിയോടുകൂടി നമ്മുടെ സജിന ചേച്ചി ഈ പറയുന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാണ്. അതിനുശേഷമാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത്. അതായത് രേണുസുധിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന സജീന പോസ്റ്റ് ഇടുന്നു. 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ പോസ്റ്റ് മുക്കുന്നു. പിന്നെ അതേ ചൊല്ലി റിയാക്ഷൻ വ്ളോഗേഴ്സ് നിരവധി വീഡിയോസ് ചെയ്യുന്നു. വൈകുന്നേരം 4 മണി, 5 മണി, 6 മണി സമയങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഏകദേശം വൈകുന്നേരം 5 മണിയോടുകൂടി രേണുസുധിയുടെ ചാനലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു. ആ വീഡിയോയിൽ രേണുസുധി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാര്യം ഞാൻ എന്താണെന്നുള്ളത് ഇവിടെ ഇപ്പം പ്ലേ ചെയ്യാം, ഒന്ന് കേട്ട് നോക്ക്. ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ട് വിളിച്ചില്ല. വിളിച്ചാൽ എന്തായാലും ഞാൻ കയറി പോകും തന്നെ ഞാൻ പറയുന്നു അല്ലേ. അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും. കാരണം സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേരം സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇത്രയും ദിവസം ഈ 31-ാം തീയതി വരെ ഈ ഒരു വിഷയങ്ങളൊന്നും നടക്കുന്നില്ല. അതായത് രേണുസുധി ബിഗ് ബോസിലേക്ക് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. രേണുസുധിയെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കി, ചെന്നൈയിൽ നിന്ന് രേണുസുധി തിരിച്ചു വന്നു. അതൊക്കെ എങ്ങനെ? കാരണം 1-ാം തീയതിയാണ് ഈ പറയുന്ന സജീന പോസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ രേണുസുധി ഇത് എങ്ങനെയൊക്കെ അറിഞ്ഞു? രേണുസുധിക്ക് ഒരു മഷിനോട്ടം വല്ലതും പിടിയുണ്ടോ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കണം. ഈ രേണുസുധി എങ്ങനെ അറിഞ്ഞു? അതായത് സജീന 1-ാം തീയതി പോസ്റ്റ് ഇടുന്നു. 1-ാം തീയതി വൈകിട്ടാണ് ഈ പറയുന്ന വീഡിയോ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇനി ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രേണുസുധി ചെന്നൈയിൽ നിന്ന് ഇനി ഈ പറയുന്ന രേണുസുധിയുടെ വീട്ടിലേക്ക് എത്തിയോ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കണ്ട. ഇതൊക്കെയാണ് എൻ്റെ ഡൗട്ട്. ഇതൊക്കെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്കും ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും. കാരണം 31-ാം തീയതി ചെന്നൈയിലെത്തി, 1-ാം തീയതി നിങ്ങൾ പോസ്റ്റ് ഇട്ടു. മനസ്സിലായില്ലേ? 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു പോസ്റ്റ് മുക്കി. അതിനുശേഷം റിയാക്ഷൻ വ്ളോഗേഴ്സ് വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോകളുടെ തംബ്നെയിലുകളിൽ ഏകദേശം സാമ്യം വെച്ചുകൊണ്ട് രേണുസുധി ഒരു വീഡിയോ 5 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ രേണുസുധി ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. നിങ്ങളെ കരിവാക്കിയിട്ടുണ്ട്. ഇതിലെന്തോന്നും അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളെ ഞാൻ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കുട്ടികളെ ആണയിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് രേണുവാണ് എനിക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടത്. അപ്പൊ ഞാൻ തിരിച്ചു വെച്ചിട്ട് ഞാനിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് വെച്ചപ്പോൾ ചേച്ചി ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ആ പോസ്റ്റ് എന്റെ ഫേസ്ബുക്കിലും ഇട്ടത്. ആ വീഡിയോ എടുക്കുന്ന സമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അത് പക്ഷെ അപ്ലോഡ് ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഷെഡ്യൂൾ ആക്കി വെക്കാമല്ലോ. ഇന്ന സമയത്ത് അപ്ലോഡ് ആവാൻ വേണ്ടി നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്ന് വീഡിയോ എടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത് അങ്ങനെ സംഭവിച്ചാണ്. അല്ലാതെ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനില്ല, വേറൊന്നും അതെനിക്കറിയില്ല. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ചേച്ചി അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. രേണുസുധി വീഡിയോ എടുത്ത സമയം, തീയതി അത് ശരിയല്ല. നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വീഡിയോ മുൻകൂട്ടി ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. മാത്രമല്ല ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ, ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് രേണുവിനോട് ചോദിക്കാറുണ്ടല്ലോ. എന്തിനാണ് രേണു ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്? നീ ബിഗ് ബോസിൽ കയറിയല്ലോ, ഇനി ഈ ഒരു വീഡിയോയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ഒരു വാക്ക് സജീനയ്ക്ക് ചോദിക്കാമായിരുന്നു. പിന്നെ സജീന വേറൊരു കാര്യം പറയണ്ടായി, ബുദ്ധിയുള്ള സജീന വേറൊരു കാര്യം പറയണ്ടായി. വേറെ ഒന്നല്ല, രേണുസുധിനെ ഓഗസ്റ്റ് 3-ാം തീയതി സ്ക്രീനിൽ കണ്ടപ്പോഴാണ് മനസമാധാനമായത്. കാരണം പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഇനി എങ്ങാനും രേണുസുധിനെ പുറത്താക്കുമോ എന്നുള്ള ടെൻഷൻ കാരണം ചോറ് പോലും കഴിച്ചിട്ടില്ല എന്നാണ് സജീന പറഞ്ഞത്. ഇത്രയും ബുദ്ധിയുള്ള സജീന ചേച്ചിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പാടില്ലേ? ഇപ്പോൾ രേണുസുധി പുറത്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് 2 എണ്ണം പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞപ്പോഴെങ്കിലും ഓർത്തുവിടായിരുന്നു രേണുസുധി ബിഗ് ബോസിൽ എൻട്രി ആയി എന്നുള്ളത്. അത്ര ആലോചിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രേണുസുധിയെ ഒരിക്കലും ഞാൻ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. അവരുടെ കള്ളത്തരം പൊളിക്കലാണ് നമ്മുടെ ലക്ഷ്യം.